പ്യാരെ വെച്ചോ. 7ാം ക്ലാസ്സിലെ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിനി അടുത്ത 2ാമത്തെ യൂണിറ്റ് ആണ് തുടങ്ങുന്നത്. അപ്പോൾ 2ാമത്തെ യൂണിറ്റ് അൻമോൾ ഖസാന. അൻമോൾ ഖസാന എന്ന് വെച്ചാൽ എന്താണ്? അമൂല്യ നിധി. അൻമോൾ ഖസാന എന്ന് വെച്ചാൽ അമൂല്യമായ നിധി. ഓക്കെ, ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും. ചിത്രമേ ക്യാ ക്യാ ഹേ, ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ചിത്രമേ ക്യാ ക്യാ ഹേ, ഈ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നു? എല്ലാവരും ഒന്ന് പറഞ്ഞേ എന്തൊക്കെയുണ്ടെന്ന്. ചിത്രത്തിനൊരു സവിശേഷത ഉണ്ടല്ലോ. എന്താണ്? ഇതൊരു പേടാണ് കാണുന്നത് അല്ലേ? അത് എങ്ങനെയുള്ള പേടാണ് അത് ഈ കാണുന്നത്? എങ്ങനെയുള്ള പേടാണ് ഇതില്? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. പണം നിറയെ പിടിച്ചു നിൽക്കുന്ന ഒരു മരമായിട്ടല്ലേ അവിടെ കാണുന്നത്. അപ്പൊ അതിന് എന്ത് പേര് കൊടുക്കാം നമുക്ക്? ധൻകാ പേട് ഇല്ലയോ? ധനിക്കാ പേട്. ധനിക്കാ പേടെന്ന് വെച്ചാൽ നിറയെ പണം ഇങ്ങനെ നിൽക്കുന്ന ഒരു വൃക്ഷമാണത് ചിത്രത്തിലൂടെ നമ്മൾ കാണുന്നത്. നമ്മൾ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഇപ്പൊ ഇവിടെ കാണുന്നത്. അപ്പം ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ എല്ലാവരും. ചിത്രമേ ക്യാ ക്യാ ദിഖായി ദേ രഹാ ഹേ, ആ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട്? ക്യാ ക്യാ ദിഖായി ദേ രഹേ ഹേ, എന്തൊക്കെയാണ് കാണുന്നത്? എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്തൊക്കെ കാണുന്നുണ്ട് അവിടെ? അവിടെ ധൻകാ പേട്. അപ്പൊ പണം കായ്ച്ചു നിൽക്കുന്ന മരമാണ്. അതിന്റെ സമീപത്തായിട്ട് ആരൊക്കെയുണ്ട്? അനേക ലോകഹേ, അനേകം ആൾക്കാരുണ്ട് അല്ലേ? ഉണ്ട്. പിന്നെ അവരുടെയൊക്കെ കയ്യിൽ എന്തെല്ലാം ഉണ്ട്? ടോക്കരി കൊട്ടയുണ്ട്. പിന്നെ എന്തുണ്ട്? കൈലി സഞ്ചിയുണ്ട്. പിന്നെ എന്തുണ്ട്? എല്ലാവരും എന്തിന് നിൽക്കുകയാണ്? ആ മരത്തിൽ നിന്ന് പൈസ. ഇവരുടെ കയ്യിൽ എന്തുണ്ട്? കമ്പുമൊക്കെ ഉണ്ട്. അവർക്ക് എന്താണ്? പൈസ. പിന്നെ അവര് അതിൽ നിന്ന് പൈസ എടുക്കാനുള്ള ശ്രമമാണ് അല്ലേ? ചിത്രത്തിലൂടെ അതല്ലേ നമ്മൾ കാണുന്നത്. അപ്പം അവിടെ എന്തൊക്കെയുണ്ട്? അവിടെ ചിത്രത്തില് ആ പേട്, ധൻകാ പേട്, പണം നിറഞ്ഞു നിൽക്കുന്ന ഒരു മരം. പിന്നെ എന്തിന്? കുറച്ച് കുട്ടികളുണ്ട്, ബച്ചയുണ്ട്, ആത്മീയുണ്ട്, പിന്നെ ടോക്കരിയുണ്ട്, കുട്ടയുണ്ട്, പിന്നെന്തുണ്ട്? തൈലി സഞ്ചിയുണ്ട്. അങ്ങനെ കുറെ ആ ചിത്രത്തിലൂടെ നമുക്ക് കാണാം. അപ്പൊ ഇപ്പൊ ഇനി ഈ പേടിനൊരു പേര് കൊടുക്കാമല്ലോ. ടീച്ചർ പറഞ്ഞാൽ എന്ത് പേടാണിത്? ധൻകാ പേട് എന്ന് വെച്ചാൽ എന്താണ്? പൈസ, ധനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വൃക്ഷമാണ്. അതിനാ നമുക്ക് അതുകൊണ്ട് എന്ത് പേര് കൊടുക്കാം? ധനിക്കാ പേടെന്ന് നമുക്ക് പേര് കൊടുക്കാം അല്ലേ? ഇപ്പൊ ഇതിനകത്ത് ഈ ആൾക്കാരെല്ലാം കൊട്ടയും സഞ്ചിയുമായിട്ടെല്ലാം എന്തിനു വന്ന് നിൽക്കുകയാണ്? പൈസ കൊണ്ടുപോകാനായിട്ട്. ഇപ്പം ഒരു മരത്തിനകത്ത് നിറച്ച് പൈസ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തുകൊണ്ട് പോകാനായിട്ട് ആൾക്കാർ കൊട്ട, സഞ്ചി ഇവയെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? മനുഷ്യന്റെ അമിതമായ എന്താണ്? ആർത്തി. എന്തിനോടുള്ള ആർത്തി? പണത്തിനോടുള്ള ആർത്തി. ധൻ കമാനേക്ക എന്ന് വെച്ചാൽ അധികം, ശരിക്കും പണം സമ്പാദിക്കാനുള്ള. ധൻ കമാനേക്ക് ഇച്ഛ എന്ന് വെച്ചാൽ എന്താണ്? ആഗ്രഹം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? പണം സമ്പാദിക്കാനുള്ള മനുഷ്യന്റെ അത്യാഗ്രഹമാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് ചിത്രം കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവത്തില്ലേ? മനുഷ്യരുടെ അമിതമായ ആർത്തി. അപ്പൊ പൈസ കണ്ടപ്പോൾ ഏത് രീതിയിലായാലും അറിയണ്ട, കുറച്ച് പൈസ കണ്ടപ്പോൾ അത് എന്താണ്? സ്വന്തമാക്കാനുള്ള ഒരു അമിതമായ ആവേശമാണ് അവരവിടെ കാണിക്കുന്നത്. മനസ്സിലായോ? ഇതിന് സമാനമായ ഒരു പാഠമാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അത് നമ്മുടെ പാഠപുസ്തകത്തിലെ 25ാമത്തെ പേജ് എല്ലാവരും ഒന്നെടുത്ത്. കിസി ഗാവ് മേ വിക്രം നാമക് ഏക് യുവക് രഹ്താ ഥാ. ഏക് ദിൻ बैठे बैठे वह सोचने लगा, मैं कैसे ढेर सारा धन कमाऊं और आराम से रखूं. उसने इधर उधर जाकर अपने कई मित्रों से जल्दी धन कमाने का उपाय पूछा, लेकिन कोई ठोस उपाय नहीं मिला. അടുത്ത പാരഗ്രാഫ്. सुबह का समय था. विक्रम खेतों से होकर जा रहा था. रास्ते में एक किसान से उसने जल्दी धन कमाने का उपाय पूछा. किसान ने विक्रम को बताया, गांव के उस पर एक सज्जन रहते हैं, उनका नाम है विश्वनाथ. शायद वे कोई
आसान तरीका बता सकते हैं। विक्रम जल्दी जल्दी विश्वनाथ के घर की ओर चला पड़ा। उसके द्वार पर पहुंचकर विक्रम ने देखा कि द्वार खुला हुआ था और विश्वनाथ कमरे में बैठे थे। विक्रम ने उन्हें प्रणाम किया और उनके सामने बैठ गया। पहला यूं ശ്രദ്ധിച്ചേ। किसी गांव में विक्रम नामक एक युवक रहता था। किसी गांव में വിക്രം എന്ന് പേരുള്ള ഒരു യുവാവ് താമസിച്ചിരുന്നു. കിസി ഗാവ് വെച്ചാൽ ഈ ഗ്രാമത്തിൽ. അപ്പൊ വിക്രം എന്താണ് അദ്ദേഹത്തിന്റെ പേര്? വിക്രം. വിക്രം എന്ന് പേരുള്ള ഒരു യുവാവ് താമസിച്ചിരുന്നു. ഏക് ദിൻ ബൈഠേ ബൈഠേ, അയാൾ ഒരു ദിവസം ബൈഠാന്ന് വെച്ചാൽ ഇരിക്കുക എന്നല്ലേ, അതെല്ലാവർക്കും അറിയാലോ. ഒരു ദിവസം അയാള് ഏക് ദിൻ ബൈഠേ ബൈഠേ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാര്യം ആലോചിച്ചപ്പോൾ സോച്ചനയിലേക. സോച്ചന എന്ന് വെച്ചാൽ ആലോചിക്കുക അല്ലെങ്കിൽ ചിന്തിക്കുക, ഇതൊക്കെ അർത്ഥം വരും സോച്ചനയിലേക. എന്താണ് അയാൾ ചിന്തിച്ചതെന്നറിയാമോ? മയും കൈസേ ഡേർ സാരാ തൻ കമാവോ ഔർ ആരാം സേ രഘു. എനിക്ക് പെട്ടെന്ന് ഒരു പണക്കാരനായിട്ട് എന്ത് ചെയ്യണമെന്ന്, അയാൾക്ക് എന്ത് ചെയ്യണം? വിശ്രമിക്കണമെന്ന്. ആരാം കർണാന്ന് വെച്ചാൽ എന്താണ്? വിശ്രമിക്കുക. അപ്പൊ ഇത്രയും പെട്ടെന്ന് ഒരു വലിയ പണക്കാരനായതിന് ശേഷം എനിക്ക് വിശ്രമിക്കണം. ആരാം കർണ. എന്നിട്ട് എന്ത് ചെയ്യണം? പെട്ടെന്ന് ജൽദി ധൻ കമാനി, പെട്ടെന്ന് പണം സമ്പാദിച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യണം? ആരാം സേ രഹീഹും, പെട്ടെന്ന് എന്ത് ചെയ്യണം? ആ പണം സമ്പാദിച്ചിട്ട് വിശ്രമിക്കണമെന്നാണ് അയാൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. उसने इधर उधर जाकर अपने मित्रों से जल्दी कमाने का उपाय पूछा. അയാൾ എന്ത് ചെയ്തു? അവിടെ ഇവിടെ ഉദ്ധർ ഉദ്ധർ എന്ന് വെച്ചാൽ അവിടെ ഇവിടെ എല്ലാം നടന്ന് അയാളുടെ കുറെ മിത്രങ്ങളെ കണ്ടിട്ട് അവരോട് എന്ത് ചെയ്തു? ഈ ഉപായം ചോദിച്ചു. എങ്ങനെ പെട്ടെന്ന് പണക്കാരനാവാൻ പറ്റുമെന്നുള്ള ഉപായം ചോദിച്ച അയാൾ ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം എന്ത് ചെയ്തു? കറങ്ങി നടന്നു. ഇതർ ഉദർ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നു. പക്ഷെ എന്ത് ചെയ്തു? എന്താണ് ഉണ്ടായത്? ഉപായം ചോദിച്ചു, പക്ഷേ ലേക്കിൻ ടോസ് ഉപായ നഹി മില. പക്ഷെ എന്ത് ചെയ്തില്ല? അയാൾക്ക് അതിന്റെ ഉപായങ്ങളൊന്നും കിട്ടിയില്ല. എല്ലാവരുടെയും പെട്ടെന്ന് പണം സമ്പാദിക്കണം എന്ന് പറഞ്ഞ് നടന്നാൽ എന്തെങ്കിലും നമ്മൾ വെറുതെ കള്ളത്തരത്തിലൂടെയൊക്കെ അല്ല നമുക്ക് പെട്ടെന്ന് പണം സമ്പാദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇയാൾ ഇങ്ങനെ കറങ്ങി നടന്ന് എങ്ങനെ പെട്ടെന്ന് പണം സമ്പാദിക്കണം, പണം സമ്പാദിച്ചിട്ട് എനിക്ക് ഇന്ന് വിശ്രമിക്കണം, അതിന് എന്താണ് വഴി എന്ന് അന്വേഷിച്ച് അയാള് എല്ലായിടവും കറങ്ങി നടന്നു. പക്ഷെ അയാള് വിചാരിച്ചോണ്ടുള്ള മറുപടി അയാൾക്ക് ലഭിച്ചില്ല. ആർക്ക് ലഭിച്ചില്ല? ആരാണ് ഇവിടുത്തെ കഥാപാത്രം? വിക്രം. അങ്ങനെ അയാള് നടക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോ സുബഹ് സമയം പിറ്റേന്ന് രാവിലെ സുബഹ് സമയത വിക്രം ഖേത്തോം സെ ഹോക്കർ ജാ രഹാ താ. വയലിലൂടെ ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ഖേത്തോം സെ ഹോക്കർ ജാ രഹാ താ. രാസ്തേമേ, അങ്ങനെ നടന്നു വരുന്ന സമയത്ത് രാസ്തേമേയും വഴിയിൽ വെച്ച് ആരെ കണ്ടുമുട്ടി? ഏക് കിസാൻ സെ ഉസ്നെ ജൽദി കമാനെ സാ ഉപായം പൂച്ചു. അപ്പോൾ വഴി വെച്ച് അയാൾ ഒരു കർഷകനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിനോട് അയാൾ ഉപായം ചോദിച്ചു, എങ്ങനെ ഒരു പണക്കാരനാവാൻ പറ്റും എന്ന ഉപായം ആരോടെ ചോദിച്ചു? കർഷകനോട്. കർഷകന് ഹിന്ദി പറയുന്ന വാക്കെന്താണ്? കിസാൻ. കിസാനോട് ചോദിച്ചു. ആരാണ് ചോദിച്ചത്? ഇതൊക്കെ നമുക്ക് സംഭാഷണമൊക്കെ എഴുതാൻ വരുന്നതാണ്. ആരോടെ ചോദിച്ചു എന്നൊക്കെ ചോദിക്കും. ആരോടാ ചോദിച്ചത്? വിക്രം ആരോട് ചോദിച്ചു? കിസാനോട്. എന്താണ് ചോദിച്ചത്? എങ്ങനെ പെട്ടെന്നൊരു പണക്കാരനാവാൻ പറ്റും? ജൽദി ധൻ കമാനേക്ക ഉപായം പൂച്ച. അപ്പൊ അദ്ദേഹം എന്താ മറുപടി പറഞ്ഞെന്നറിയാമോ? കിസാനെ വിക്രം കോ ബദായ. കിസാൻ ആരോട് പറയുന്നു? വിക്രം കോ ബദായ. വിക്രമിനോട് പറയുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഗാവുക്കെ ഉസ് പാർ ഏക് സജ്ജൻ രഹത്തെ. ഗ്രാമത്തില് ഒരു സജ്ജൻ നല്ല മനുഷ്യന് സജ്ജൻ രഹത്തെ താമസിക്കുന്നുണ്ട്. ഉൻകാ നാം ഹേ വിശ്വനാഥ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? വിശ്വനാഥ്. അപ്പൊ ഇവിടെ ആരൊക്കെയായി കഥാപാത്രങ്ങൾ? വിക്രമായി, കിസാനായി, പിന്നെ ആരായി? വിശ്വനാഥിനെ കാണാൻ പോവുകയാണ്. അപ്പൊ എന്താണ്? പട്ടണത്തില് ഗാവുക്കെ ഉസ്പരക്ക് സജ്ജൻ രഹത്താഹേ, ഗ്രാമത്തില് ഒരു മനുഷ്യൻ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ പോയി കാണുക. എന്താണ്? ഉൻകാ നാം വിശ്വനാഥ്. അദ്ദേഹത്തിന്റെ പേര് വിശ്വനാഥ് എന്നാണ്. സായദ് കോയി ആസാൻ തരീക്ക ബദാ സക്തേ ഹേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനെ പോയി കാണാന്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വിക്രമ് ജൽദി പെട്ടെന്ന് ജൽദി എന്ന് വെച്ചാൽ വേഗമല്ലേ, പെട്ടെന്ന് വിശ്വനാഥ് കി കർക്കി ഓർ ചൽ. എവിടേക്ക് പോയി?
വിശ്വനാഥിന്റെ വീട്ടിലേക്ക് പോയി. ചെപ്പടാ ഉസ്കെ ദ്വാർ पर पहुंचकर विक्रम ने देखा कि द्वार खुला हुआ और विश्वनाथ के कमरे में बैठ गई. അപ്പൊ എന്ത് ചെയ്യായിരുന്നു? അവിടെ ചെന്നപ്പോൾ വിശ്വനാഥ് കമരേമേ ബൈഠ് ഗയ, മുറിയിൽ ഇരിക്കുകയായിരുന്നു. ആരാണ്? വിശ്വനാഥ് മുറിയിൽ ഇദ്ദേഹം ചെന്ന സമയത്ത് വിശ്വനാഥ് മുറിയിൽ ഇരിക്കുകയായിരുന്നു. വിക്രമിനെ ഉന്നയെ പ്രണാം കിയ, വിക്രമിനെ എന്ത് ചെയ്തു? വിക്രം അദ്ദേഹത്തെ നമസ്കരിച്ചു. और उनके सामने बैठ गया. എന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അടുത്ത് ഇരുന്നു. ഇനി ഇത്രയും ഭാഗമാണ് ടീച്ചർ ഇന്ന് പഠിപ്പിച്ച് നിർത്താൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാക്കി ഭാഗം നമുക്ക്, ബാക്കി കഥ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ടീച്ചർ ഈ പാഠം ഒന്നുകൂടി ഒന്ന് വായിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥമൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം എല്ലാവരും ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക, പുസ്തകത്തിലേക്ക് നോക്കിയിരിക്കുക. ടീച്ചർ ഒന്നുകൂടി ഇത് വായിക്കാൻ പോവുകയാണ്. किसी गांव में विक्रम नामक एक युवक रहता था. एक दिन बैठे बैठे सोचने लगा, मैं कैसे ढेर सारा धन कमाऊं और आराम से रहूं. उसने इधर उधर जाकर अपने कई मित्रों से जल्दी धन कमाने का उपाय पूछा, लेकिन कोई ठोस उपाय नहीं मिला. ഇപ്പം എന്തായിരുന്നു ഇവിടെ പറയണോ ടീച്ചറിൻ്റെ അർത്ഥം? അപ്പം ഗ്രാമത്തിൽ വിക്രം എന്ന് പറയുന്ന ഒരു യുവാവ് താമസിച്ചിരുന്നു. അദ്ദേഹം എന്താണ് ആലോചിച്ചത്? പെട്ടെന്ന് എങ്ങനെ പണം സമ്പാദിക്കാൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അയാളുടെ അനേകം മിത്രങ്ങളോടെ അയാൾ ഇതറുതർ അവിടെ ഇവിടെ എല്ലാം നടന്ന് തിരക്കി എങ്ങനെ പെട്ടെന്ന് പണം സമ്പാദിക്കാൻ ഒക്കുമെന്ന്. പക്ഷേ ഉപായം നഹീമില്ല, അദ്ദേഹത്തിന് ഒരു ഉപായവും ലഭിച്ചില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് സുബഹ സമയത വിക്രം खेतों से होकर जा रहा था. रास्ते में एक किसान से उसने जल्दी धन कमाने का उपाय पूछा. किसान ने विक्रम को बताया. गांव के उस पर एक सज्जन रहते थे, उनका नाम है विश्वनाथ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? പിറ്റേന്ന് രാവിലെ അദ്ദേഹം വീണ്ടും ഇങ്ങനെയുള്ള ഉപായവും തിരികെ നടന്ന സമയത്ത് ഖേത്തോമേ വയലിൽ വെച്ച് ഒരു കർഷകനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിനോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? പെട്ടെന്ന് പണം സമ്പാദിക്കുന്നതിനുള്ള ഉപായം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? കിസാനി വിക്രം കോ ബതായ ഗാവ് കെ ഉസ് पर एक सज्जन रहता था, उसका नाम है വിശ്വനാഥ്. നമ്മുടെ ഗ്രാമത്തിലെ ഒരു നല്ല മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് വിശ്വനാഥൻ എന്നാണ്. അദ്ദേഹത്തിനെ പോയി കണ്ടാൽ ഒരു ഉപായം കിട്ടും. ഷായദ് കോയി ആസാൻ തരീക്ക ബതാ സക്തി, അദ്ദേഹം തീർച്ചയായും ഒരു ഉപായം പറഞ്ഞു തരും. വിക്രം എന്ത് ചെയ്തു? ജൽദി വിശ്വനാഥ് കെ കർക്കി ഓർ ചൽപ്പട, വിശ്വനാഥിന്റെ വീട്ടിലേക്ക് എത്തി. उसके द्वार पर पहुंचकर विक्रम ने देखा कि द्वार खुला हुआ और വിശ്വനാഥ് കമരേമേ बैठे हैं. അപ്പോൾ അയാൾ വന്നപ്പോൾ വിശ്വനാഥ് മുറിയിൽ ഇരിക്കുകയായിരുന്നു. വിക്രം എന്ത് ചെയ്തു? വിശ്വനാഥിനെ നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ സമീപത്തായിട്ട് ഇരുന്നു. ഇത്രയും ഭാഗമാണ് ഈ പാഠഭാഗത്തിൻ്റെത്. ഇനി അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം എല്ലാവരും ടീച്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ പുസ്തകം നല്ല രീതിയിൽ വായിക്കണം. ഈ പാഠത്തിൻ്റെയൊക്കെ ഓരോ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. വാർത്താലാപം എഴുതാനും പിന്നെ അല്ലാതെ ഉള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ അൻമോൾ ഖസാൻ എന്നുള്ളതിൽ നമ്മൾ ആദ്യത്തെ ഒരു ചിത്രം നോക്കാൻ പറഞ്ഞില്ലേ? അപ്പോൾ ആ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് ആ നിങ്ങൾ ബുക്കിലേക്കൊന്ന് എഴുതണം. ചിത്രമേ ക്യാ ഹേ, പിന്നെ അതുപോലെ തന്നെ പേടുക്കോ നാംദേ, പേടിനൊരു പേര് കൊടുക്കുക. ഇതൊക്കെ എല്ലാവരും ബുക്കിലേക്ക് എഴുതുക. ടീച്ചർ ഈ പറഞ്ഞ ഭാഗത്തെ വാക്കുകളുടെയൊക്കെ പാഠം നല്ലവണ്ണം വായിച്ച് എൻ്റെ ശബ്ദകോശ വാക്കുകളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കുക, ബുക്കിലേക്ക് എഴുതുക. അപ്പം ടീച്ചർ അടുത്ത ഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരും. ഇനി ബാക്കി എന്താണ് അവിടെ നടന്നതെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും. ആജിക കക്ഷ സമാപ്തവും അഗലി കക്ഷാമി ലേഖ.